ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 10 ചാപ്റ്റർ 1 അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 21 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. The fifth term of an arithmetic sequence is 21 and the ninth term is 41. ഒരു സമാന്തര ശ്രേണിയിലെ അഞ്ചാം പദം 21ഉം ഒൻപതാം പദം 41ഉമാണ്. What is its first term? ശ്രേണിയിലെ ആദ്യത്തെ പദം എന്താണ്? What is its third term? ശ്രേണിയിലെ മൂന്നാം പദം എന്താണ്? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ചോദ്യം പോലെ തന്നെ നമുക്ക് ഫിഫ്ത്ത് ടേമും തന്നിട്ടുണ്ട്, നയൻത്ത് ടേമും തന്നിട്ടുണ്ട്. അടുത്തടുത്ത പദങ്ങളല്ല തന്നിട്ടുള്ളത്. നമുക്ക് ആദ്യം ആരെ കാണണം? കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കാണണം. എന്താണ് കോമൺ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ? എന്താ? കോമൺ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ ഏതാണ്? D = ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് അഥവാ പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. ഇവിടുത്തെ പദങ്ങൾ ഒന്ന് 41ഉം ഒന്ന് 21ഉമാണ്. ടേം പൊസിഷനുകൾ അഥവാ സ്ഥാനങ്ങൾ 9ഉം 5ഉമാണ്. ഞാനതിവിടെ അപ്ലൈ ചെയ്തു. 41 - 21 9 - 5. ഓക്കെ, 1 പോയാൽ 0, 4 2 പോയാൽ 2, അപ്പോൾ 20 എന്ന് കിട്ടും. 41 21 പോയാൽ 20, 9 5 പോയാൽ 4. അപ്പോൾ 20/4 എത്രയാണ്? 4ൻ്റെ ടേബിൾ ചൊല്ലി നോക്കിയാൽ മതി. 1 4 4, 2 4 8, 3 4 12, 4 16, I 4 20. സോ D = 5. ഓക്കെ, ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ടേം ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഫിഫ്ത്ത് ടേം തന്നിട്ടില്ലേ? അപ്പോൾ അഞ്ചാമത്തെ ടേമിൽ നിന്ന് ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് കുറച്ചാൽ നാലാമത്തെ ടേം കിട്ടും. അതിൽ നിന്ന് വീണ്ടും ഒരു പ്രാവശ്യം കുറച്ചാൽ മൂന്നാമത്തെ ടേം കിട്ടും. അതിൽ നിന്ന് വീണ്ടും ഒരു പ്രാവശ്യം കുറച്ചാൽ രണ്ടാമത്തെ ടേം കിട്ടും. അതിൽ നിന്ന് വീണ്ടും ഒരു പ്രാവശ്യം കുറച്ചാൽ ഒന്നാമത്തെ ടേം കിട്ടും. അഥവാ അഞ്ചാമത്തെ ടേമിൽ നിന്ന് 4 പ്രാവശ്യം കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ടേം കിട്ടും. അപ്പം ഞാൻ ആ ഇക്വേഷൻ ഇവിടെ ഒന്ന് എഴുതാൻ പോകണ്ടോ. ഫസ്റ്റ് ടേം = ഫിഫ്ത്ത് ടേമിൽ നിന്ന് 4D മൈനസ് ചെയ്താൽ മതി. 4D എന്ന് പറഞ്ഞ് റിപ്പീറ്റഡ് അഡീഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? മൾട്ടിപ്ലിക്കേഷൻ പറയുന്നത്. ഈ കോമൺ ഡിഫറൻസ് 4 വട്ടം കൂട്ടിയിട്ട് അത് മൈനസ് ചെയ്താലും മതി അല്ലേ? അപ്പം -4 × D എന്ന് വരും. 4 പ്രാവശ്യം കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ നമ്മൾ ഒന്നാമത്തെ ടേമൊക്കെ എത്തും. അഞ്ചാമത്തെ ടേം എത്രയാണ്? 21 ആണ്. അപ്പോൾ 21 - 4 × 5. 4 × 5 എത്രയാ? I 4 20 ആണ്. അപ്പോൾ 21 - 20, 21 20 പോയാൽ ബാക്കി എത്ര ഉണ്ട്? 1 ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ടേം 1 ആണ്. ഇനി തേർഡ് ടേം ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ടേം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തേർഡ് ടേം കാണാം അല്ലേ? തേർഡ് ടേമിന് നമുക്ക് x1 + 2D എന്ന് എഴുതാം അല്ലേ? തേർഡ് ടേമിനെ നമ്മൾ അങ്ങനെയാണ് എഴുതുക. അപ്പോൾ x1 1 ആണ്, 2 × D 5 ആണ്. 2 × 5 എത്രയാ? 10 ആണ്. അപ്പോൾ 10 + 1 11 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം 1 എന്നും കിട്ടി, തേർഡ് ടേം 11 എന്നും കിട്ടി. ഓക്കെ,